ഇസ്രായേൽ ആക്രമണത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഫലസ്തീന് വീണ്ടും സാമ്പത്തിക സഹായം നൽകി സൗദി അറേബ്യ. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് നൽകുന്ന തുടർച്ചയായ പിന്തുണയുടെ ഭാഗമായാണിത്. $3 കോടി വീണ്ടും ഫലസ്തീനു വേണ്ടി സൗദി അറേബ്യ നൽകിയത്. കഴിഞ്ഞ വർഷം $500 കോടി നൽകിയിരുന്നത്. ജോർദാനിലെ സൗദി എംബസിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ഫലസ്തീൻ ധനമന്ത്രി ഉമർ ബിത്താറിന് സൗദി എംബസി ആക്ടിംഗ് ചാർജ് ദി അഫയേഴ്സ് മുഹമ്മദ് ബിൻ ഹസൻ മുഅ്നിസ് തുക കൈമാറി. സൗദി നൽകുന്ന തുടർച്ചയായ സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണയ്ക്ക് ഉമർ ബിത്താർ നന്ദി പറഞ്ഞു. ഇസ്രായേലിന്റെ ക്രൂരമായ നയങ്ങളുടെ ഫലമായി ഫലസ്തീൻ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിൽ സൗദിയുടെ സഹായം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ പ്രാപ്തമാക്കുന്നതിനുമുള്ള സൗദിയുടെ പ്രതിബദ്ധതയുടെ ചട്ടക്കൂടിനുള്ളിലാണ് സഹായം നൽകുന്നതെന്ന് മുഹമ്മദ് ബിൻ ഹസൻ മുഹ്നിസ് പറഞ്ഞു. ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും സാമ്പത്തികവും മാനുഷികവുമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിലും ഈ സഹായത്തിന്റെ പ്രാധാന്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തിന് മാനുഷിക ദുരിതാശ്വാസ വികസന രംഗങ്ങളിൽ ഉൾപ്പെടെ സൗദി അറേബ്യ സമീപ വർഷങ്ങളിൽ കഴിയുന്നത്ര സഹായം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഉറച്ച പ്രതിബദ്ധത അദ്ദേഹം ഊന്നി പറഞ്ഞു.